അമ്മ നേതൃത്വം ഒഴിയണം, അവിശ്വാസ പ്രമേയം തയ്യാറാക്കി ഒരു വിഭാഗം അംഗങ്ങൾ. സിനിമാ സംഘടനയായ അമ്മയുടെ നിലവിലെ നേതൃത്വം ഒഴിയണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം അംഗങ്ങൾ ഇതിനായി അവിശ്വാസ പ്രമേയം തയ്യാറാക്കി. നേതൃത്വം അമ്മയ്ക്ക് അപമതിപ്പുണ്ടാക്കിയെന്നും തെറ്റുകൾക്ക് നിരുപാധിക മാപ്പ് പറഞ്ഞ് സ്ഥാനമൊഴിയണമെന്നുമാണ് ഇവരുടെ ആവശ്യം. അമ്മയ്ക്കെതിരെ സാമ്പത്തിക ദുരുപയോഗ ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. ജനറൽ ബോഡിയുടെ കണക്ക് രജിസ്ട്രാർക്ക് സമർപ്പിച്ചില്ല എന്നാണ് ആരോപണം. എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ വഴക്ക് നേതൃത്വത്തിന് പറഞ്ഞു തീർക്കാനായില്ലെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും വീണ്ടും മൊബൈൽ ഫോൺ പിടികൂടി. 5-ാം ബ്ലോക്കിലെ പുതിയ കുളിമുറിക്ക് സമീപത്ത് കുപ്പിയിലാക്കി കുഴിച്ചിട്ട നിലയിലാണ് മൊബൈൽ ഫോണും പവർ ബാങ്കും കണ്ടെത്തിയത്. ജയിൽ ജീവനക്കാർ നടത്തിയ പരിശോധനയിലാണ് ഇവ കണ്ടെടുത്തത്. കുപ്പിയിൽ മൊബൈൽ ഫോൺ കൂടാതെ ഹെഡ്ഫോൺ, ചാർജിംഗ് വയർ, സിം കാർഡ് എന്നിവയും കണ്ടെത്തി. ജയിൽ ജോയിന്റ് സൂപ്രണ്ടിന്റെ പരാതിയിൽ ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. തൃശൂരിലെ പെൺവാണിഭ കേന്ദ്രത്തിൽ 27-കാരൻ കൊല്ലപ്പെട്ടു. 4 സ്ത്രീകളടക്കം 6 പേർ അറസ്റ്റിൽ. ഒഡീഷക്കാരനായ ധൻപതി നായിക് എന്നയാളാണ് കൊല്ലപ്പെട്ടത്. തൃശൂർ നഗരത്തിൽ വാടക വീട്ടിൽ വെച്ചാണ് ഇയാൾ ആക്രമിക്കപ്പെട്ടത്. 4 സ്ത്രീകളും 2 പുരുഷന്മാരും അറസ്റ്റിലായി. ഒഡീഷ സ്വദേശികളാണ് പെൺവാണിഭ കേന്ദ്രം നടത്തിയിരുന്നത്. കഴിഞ്ഞ 18 രാത്രിയാണ് സംഭവം. ഗുരുതരമായി പരിക്കേറ്റ യുവാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെയാണ് മരിച്ചത്. പണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഇതര സംസ്ഥാനക്കാർക്ക് മാത്രമായിരുന്നു ഇവിടെ പ്രവേശനം. വീണയെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഇഡി. ജൂൺ 29-ന് ഹാജരാകാൻ നിർദ്ദേശം. CMRL എക്സാലോജിക് ദുരൂഹ സാമ്പത്തിക ഇടപാട് കേസിൽ എക്സാലോജിക് MD വീണ ടിക്ക് സമൻസ് അയച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ജൂൺ 29-ന് ഹാജരാകണം എന്നാവശ്യപ്പെട്ടാണ് സമൻസ്. ഇഡിയുടെ കൊച്ചി ഓഫീസിലാണ് ഹാജരാകേണ്ടത്. ആദ്യഘട്ടത്തിൽ 9 മണിക്കൂറോളം വീണയെ ഇഡി ചോദ്യം ചെയ്തിരുന്നു. ഇഡി ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. CMRLന് നൽകിയ സേവനം, കൈപ്പറ്റിയ പണത്തിന്റെ വിനിയോഗം തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ച് വ്യക്തത വരുത്താനായിരുന്നു ഇഡി ശ്രമം. തുടർന്ന് HDFC ബാങ്കിലെ വീണയുടെ ലോക്കറും പരിശോധിച്ചിരുന്നു. പ്രായം വെറും നമ്പർ മാത്രം, കഴിവ് ഇല്ലാതാകുന്നില്ലെന്ന് യോഗാ ദിനത്തിൽ പ്രധാനമന്ത്രി. യോഗ എന്നത് വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല, ലോകത്തിന്റെ ഭാവിക്ക് കൂടിയുള്ളതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊൽക്കത്തയിൽ നടന്ന അന്താരാഷ്ട്ര ദിനാചരണത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. യോഗ കേവലം ഒരു ദിവസത്തെ ആഘോഷമായി ഒതുക്കരുതെന്നും മെച്ചപ്പെട്ട ആരോഗ്യത്തിനായി വർഷം മുഴുവൻ അത് പരിശീലിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ലോകം അതിന്റെ ഏറ്റവും വലിയ ഉത്സവം ആഘോഷിക്കുന്ന ദിവസമാണിന്ന്. യോഗ ലോകത്തെ ഇന്ത്യയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അത് ആളുകളെ ഒന്നിപ്പിക്കുന്നുവെന്ന് മോദി പറഞ്ഞു.